കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു തുരുത്താണ് മുസ്ലിം ലീഗ്. അച്യുതാനന്ദന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് തന്നെ അബ്ദുൽ നാസർ മദനിയും കൂട്ടി പിണറായി വിജയൻ കേരളം മുഴുവൻ ഓടിച്ചാടി നടന്നു. പക്ഷെ അത് യാതൊരു ഇമ്പാക്റ്റും ഒന്നും ഉണ്ടാക്കിയില്ല. പകരം വലിയ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമി അനുകൂലമായ സ്റ്റേറ്റ്മെന്റ്സ് UDF നേതാക്കളുടെ ഭാഗത്തുണ്ട്. തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ചെറു പടക്കമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. മലബാറിൽ AP-യുടെ സ്വാധീനം നിഷേധിക്കാൻ കഴിയില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരള ജമിയത്തുൽ ഉലമ AP സുന്നി വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. തങ്ങളെ സമീപിക്കുന്ന ആരുമായും സഹകരിക്കാൻ കേരള ജമിയത്തുൽ ഉലമ AP സുന്നി വിഭാഗം തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി വിട്ടലായിരിക്കുന്നത് CPM ആണ്. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി LDF-നോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവരാണ് AP സുന്നി വിഭാഗം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ വാക്കുകൾ ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പാണോ? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിന് തുടക്കം എന്താണ് ഫാസിസം, എന്താണ് വർഗീയത എന്ന് ഇതിന് ആധുനിക കവിതകളും ആധുനിക സാഹിത്യവും വിവിധ ഡയമെൻഷനുകളിൽ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇവർ പറയുന്നത് പല ഘട്ടങ്ങളിൽ അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ്. കാരണം കേരളത്തിലെ CPM-ന്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ EMS നമ്പൂതിരിപ്പാട് 2 ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിന് 2 തരത്തിലുള്ള ഫത്വ അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് കൊടുത്തത്. ഇതേക്കുറിച്ച് ഹമീദ് ചേന്നമംഗലൂർ 91-ൽ വളരെ വിശദമായി എഴുതിയിരുന്നു. 67-ൽ EMS പറഞ്ഞത് ജിന്നാ ലീഗിന്റെ കണ്ടിന്യൂഷനായ ലീഗ് തന്നെയാണ് കേരളത്തിലുള്ളത് എന്നാണ്. പക്ഷേ പിന്നീട് അഖിലേന്ത്യാ ലീഗും CPM ഒന്നിച്ച് കേരളത്തിൽ ഭരണം പങ്കിട്ടു. ഈ ഘട്ടത്തിൽ EMS-ന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു തുരുത്താണ് മുസ്ലിം ലീഗ്. അപ്പൊ P. ഗോവിന്ദപിള്ള അതിന് വ്യാഖ്യാനമായി രംഗത്ത് വന്നു. EMS-ന്റെ സ്റ്റേറ്റ്മെന്റിലുള്ള വൈരുദ്ധ്യത്തിന് കാരണം അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഒരേ സമയം ഒരു ഹിസ്റ്റോറിയനാണ്, തിങ്കറാണ്. ഹിസ്റ്റോറിയനായി അല്ലെങ്കിൽ ഹിസ്റ്റോറിയന്റെ കണ്ണട വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് പഴയ ജിന്നാ ലീഗിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയില്ല. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനമാണ് എന്ന്. അതിനുശേഷം അബ്ദുൽ നാസർ മദനി നേരത്തെ UDF-ന്റെ കൂടെയായിരുന്നു. അച്യുതാനന്ദന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് തന്നെ അബ്ദുൽ നാസർ മദനിയും കൂട്ടി പിണറായി വിജയൻ കേരളം മുഴുവൻ ഓടിച്ചാടി നടന്നു. അന്ന് മദനിയുടെ സ്പീച്ച് കത്തിപ്പടരുന്ന കാലമായിരുന്നു. അയാൾ അറിയപ്പെട്ട ഫയർ ബ്രാൻഡ് എന്നാണ്. പക്ഷെ അത് യാതൊരു ഇമ്പാക്റ്റും ഒന്നും ഉണ്ടാക്കിയില്ല. പകരം വലിയ പരാജയമാണ്. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം ഞാൻ തലശ്ശേരിന്ന് കേട്ടിരുന്നു. പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ ചില പിഴവുകൾ പറ്റാം. അബ്ദുൽ നാസർ മദനിയായിട്ടുള്ള സഖ്യം വിജയപ്രദമല്ല. പിന്നീട് മദനിയുമായിട്ടുള്ള സഖ്യം ഇവരങ്ങ് ഉപേക്ഷിക്കുകയാണ്. പക്ഷെ മദനി അന്ന് കൊളുത്തിവിട്ട ഒരു അഗ്നി, അഗ്നിയിൽ ഇരയായ ചെറുപ്പക്കാരുടെ രോധനത്തെക്കുറിച്ച് P. ജയരാജൻ പുസ്തകം എഴുതി. ആ പുസ്തകത്തെയും പാർട്ടിക്ക് തള്ളിക്കളയേണ്ടി വന്നു. അത് ജയരാജന്റെ അഭിപ്രായമാണ്, പാർട്ടിക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം പഴയ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പിൻവലിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ PDP CPM-ന്റെ പന്തിയിലാണുള്ളത്. ഇനി INL എന്ന വിഭാഗം അവർക്കൊരു മിനിസ്റ്റർ പോലും ഉണ്ടായിരുന്നു. അത് 2.5 വർഷം എന്നുള്ള ടേമിൽ INL-ന്റെ മിനിസ്റ്റർ അയാളുടെ 2.5 വർഷത്തെ ഒഴിവിലേക്കാണല്ലോ കടന്നപ്പള്ളി രാമചന്ദ്രൻ വരുന്നത്. അപ്പൊ INL-ന്റെ പഴയ മുദ്രാവാക്യം എന്താണ്? മുസ്ലിം ലീഗ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ബാബരി മസ്ജിദ് ഉണ്ടാക്കിയ വലിയ തോതിലുള്ള ഷോക്ക് പോലും അവര് സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം അവർ മുന്നണി വിട്ടുപോയില്ല. കാരണം അന്ന് ലീഗ് അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്ത് ഇവിടെ ഒരു കമ്മ്യൂണൽ ഫ്ലയറപ്പ് ഉണ്ടാക്കിയെങ്കിൽ കേരളം കത്തിപ്പോവായിരുന്നു. അന്ന് ലീഗിന്റെ നിലപാടിനെ മുസ്ലിം ലീഗുമായി ബന്ധമുള്ള പല ഹിസ്റ്റോറിയൻസും നല്ല നിലയിലാണ് കണ്ടത്. പക്ഷേ
നമ്മളെ സേട്ടു സാഹിബ് പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനിൽ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് കൊണ്ട് രക്തം വാർന്നൊഴുകുന്ന പാകിസ്ഥാനിൽ പോയി ഇന്ത്യയിൽ മുസ്ലിംസിന് രക്ഷയില്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള സേട്ടുവിൻ അതിന്റെ പാർട്ടിയെ ഈ പന്തിയിലേക്ക് കൊണ്ടുവരുവാൻ 30 വർഷം എടുത്തു. കാരണം അച്യുതാനന്ദൻ എപ്പോഴും വടിയുമായി നിൽക്കും. അങ്ങനെ അച്യുതാനന്ദൻ സൈഡായപ്പോൾ അവരും തിരിച്ചിങ്ങോട്ട് പോകും. പിന്നെ ഇവർക്കൊരു പിടിവള്ളി ആരാന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെന്റ്സ് UDF നേതാക്കളുടെ ഭാഗത്തുണ്ട്. പക്ഷെ മറുഭാഗത്ത് ഹമീദ് ചേന്നമംഗലൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ചിന്തകന്മാർ അക്കമിട്ട് പറയുന്നു ഏതൊക്കെ ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ കൂടെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി CPMന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി വാദത്തിന് വേണ്ടി വാദിച്ചാൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പോഷക സംഘടന എന്നറിയപ്പെടുന്ന വെൽഫെയർ പാർട്ടിയും കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അറ്റ്ലീസ്റ്റ് 1000 വോട്ട് അവർക്കുണ്ടോ. അപ്പം തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ചെറു പടക്കമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഇനിയിപ്പം മലപ്പുറത്തിന്റെ തലയിലാണ് സജി ചെറിയാൻ അടിക്കുന്നത്. അതേ മൂർധാവിൽ തന്നെ ബാലൻ അടിച്ചു, പിണറായി ഇടയ്ക്കിടെ അടിക്കുന്നു. പക്ഷെ അടിയുടെ ആഘാതം ഇപ്പോൾ വളരെ സീരിയസ് ആയി വന്നിരിക്കുന്നു. മലബാറിൽ അരിവാൾ സുന്നിയുടെ സ്വാധീനം അനിഷേധ്യമാണ്. കാരണം AP ഉസ്താദ് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മലബാറുണ്ട്. APക്ക് വലിയൊരു സ്വാധീനം ട്രിവാൻഡ്രത്തോ കോട്ടയത്തോ എറണാകുളത്തോ ഇല്ലെങ്കിലും മലബാറിൽ APയുടെ സ്വാധീനം നിഷേധിക്കാൻ കഴിയില്ല. AP തന്നെ തീർത്തു പറഞ്ഞു, ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയുടെ കൂടെ നിൽക്കണമെന്നില്ല, അത് നിലപാടുകൾക്കനുസരിച്ചാണ് എന്ന്. CPM ഇപ്പൊ ഒരു ഞെട്ടലാണുള്ളത്. AP എങ്ങനെ അനുനയിപ്പിക്കാം? മുമ്പ് AP ആയിട്ട് ചെറിയ പിണക്കമുണ്ടായിരുന്നു. APയുടെ റൈറ്റ് ഹാൻഡായ ഷുക്കൂർ എന്നൊരു പയ്യൻ കാലിന് അനേകം വെട്ടുവെട്ടി രക്തം വാർന്ന് മരിച്ചു. ഉടനെ P ജയരാജൻ ഡിക്ലെയർ ചെയ്തു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. ഉടനെ നേരിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലയുടെ കാര്യത്തിൽ കാന്തപുരം ഇടപെടുന്നു. ഷൊഹൈബിന്റെ കാര്യത്തിൽ P ജയരാജനും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ഷൊഹൈബിന്, ഞങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കൊല്ലുന്നത്. പക്ഷെ ഏതായാലും ആ കാര്യത്തിൽ കാന്തപുരം നേരിട്ട് ഇടപെട്ടപ്പോഴേ ഒരു ഉരസൽ നടന്നതാണ്. പിണറായി വിജയൻ അത് സമർത്ഥമായി ഡീൽ ചെയ്തു. അദ്ദേഹം കണ്ണൂരിൽ വരുന്നു, അതുമായി ബന്ധമുള്ളവരെല്ലാവരെയും പാർട്ടി എന്നേക്കുമായി പുറത്താക്കുന്നു. പക്ഷെ അവരിൽ പലരും ഇപ്പൊ പാർട്ടിയുടെ ഭാഗമാണ്. എന്നാലും അന്ന് വിജയൻ ആകെ ഞെട്ടിപ്പോയിരുന്നു. അതിലും വലിയൊരു ഞെട്ടലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം AP ഒന്ന് മുഖം തിരിഞ്ഞാൽ മലബാറിൽ ഇന്ന് CPM രക്ഷപ്പെടുന്ന പല മണ്ഡലങ്ങളും പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.